ഉണ്ണേട്ടന്റെ അച്ഛനെ പറഞ്ഞു വിട്ടത് മേഘേട്ടന്റെ അച്ഛനാണെന്നോ? വാമദേവൻ എന്തെങ്കിലും ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. ചെയ്തത് മന്ത്രവാദിയാ. സാധാരണ ഭർത്താക്കന്മാരെ ഭാര്യമാരെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കുന്നത് അവരുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടാവുമ്പോഴാ. ഇവിടെ പിന്നെ ആരെ കാണിക്കാനാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? ഹലോ, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ ഏകദേശം നമ്മുടെ കരുണ കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, കണ്ണന്റെ അച്ഛനെ കൊന്നത് മേഘന്റെ അച്ഛനാകാനാണ് സാധ്യത. അയാൾ എന്തോ മന്ത്രവാദമൊക്കെ നടത്തി, അങ്ങനെയാണ് മോളെ കണ്ണന്റെ അച്ഛൻ മരിച്ചത് എന്നൊക്കെയുള്ള ഒരു സത്യങ്ങൾ നമ്മുടെ കരുണ അറിയുക കേട്ടോ. കരുണയുടെ അച്ഛൻ തന്നെയാണ് കണ്ണന്റെ അച്ഛനെ കൊന്നതെന്ന് നമ്മുടെ കരുണ അറിഞ്ഞിട്ടില്ലേ? വേറെ കഥയാണ് നമ്മുടെ മുത്തശ്ശി പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രതാപം പറഞ്ഞ കഥ നമ്മുടെ മുത്തശ്ശി പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പുറത്ത് നമ്മുടെ കണ്ണനാണെങ്കിലും നമ്മുടെ മഹാലക്ഷ്മിക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുക. ശരിക്കും ഗർഭിണികളായ ഭാര്യമാരെ നമ്മുടെ ഭർത്താക്കന്മാർ എങ്ങനെ നോക്കുന്നു അതുപോലെ നോക്കുക. അപ്പൊ നമ്മുടെ ദുർഗാമ്മയ്ക്കും ഉണ്ണിക്കും ഒരു സംശയം. അവരിങ്ങനെ കുറെ നേരം നോക്കി നിന്നിട്ട് നമ്മുടെ ദുർഗാമ്മ കണ്ണനോട് പറയുന്നുണ്ട്, എടാ, സാധാരണ ഗർഭിണിയായ ഭാര്യമാരെയാണ് ഭർത്താക്കന്മാർ ഇങ്ങനെ പൊന്നുപോലെ നോക്കുന്നേ. ഇവളെ ഒരിക്കലും വിശേഷം അറിയിക്കില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ നീ എന്തിനാടാ ഈ കോപ്രായം കാണിക്കുന്നേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ദുർഗാമ്മ പറയുന്നുണ്ടേ. അപ്പൊ ഇവരുടെ ഈ വർത്താനം കേട്ട് കണ്ണനും മഹാലക്ഷ്മി ഇങ്ങനെ ഇവരുടെ ദേഷ്യത്തോടെ നോക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ. ഇവരിങ്ങനെ ഓരോരോ ക്ലൂ ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുത്ത് ലാസ്റ്റ് അവര് സത്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അറിയാനായിരിക്കും സാധ്യത അല്ലെ. കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.